രാജകീയമായ ജീവിതം നയിക്കുക എന്നുള്ളത് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് ഞാൻ അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കാൻ പോകണം. ഒരു ഡേ ഫുള്ളും റോൾസ് റോയ്സുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകണം. റോൾസ് റോയ്സിൻ്റെ ഏറ്റവും പുതിയ ഗോസ്റ്റ് 2. വെൽക്കം ടു ഫ്ലൈ. പുതിയ ഗോസ്റ്റ് കാണുമ്പോൾ എപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ് അത് പഴയ ഗോസ്റ്റിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്ന കാറാണെന്നാണ്. എന്നാൽ ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി ന്യൂ കാറാണ്. ഒരു സാധനം പഴയതൊന്നും എടുത്തിട്ടില്ല എക്സെപ്റ്റ് ദിസ് വൺ, ദ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്ന് പറയുന്ന റോൾസ് റോയ്സിൻ്റെ ലോഗോ. ബാക്കിയെല്ലാം തന്നെ പുതിയതാണ്. ശരിക്കും കാണുമ്പോൾ തന്നെ നേരിട്ട് കാണുമ്പോൾ ആക്ച്വലി ആ മാറ്റങ്ങൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഗ്രില്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ റോൾസ് റോയ്സിൻ്റെ ടിപ്പിക്കൽ ഗ്രിൽ ട്രീറ്റ്മെൻറ്റ്, പക്ഷേ അത് മുമ്പത്തേക്കാൾ വലുതായിട്ടുണ്ട്. കുറച്ചുകൂടി ഹൈറ്റും അതുപോലെ വീതിയും കൂടിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആണെങ്കിലും മുമ്പത്തേക്കാൾ ഡിഫറൻ്റായി. ഇവിടെ ഇങ്ങനെ C ഷേപ്പിലുള്ളൊരു LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ബമ്പർ ആണെങ്കിലും വ്യത്യസ്തമാണ്. പക്ഷേ നേരത്തെ ഗോസ്റ്റിലുണ്ടായ പോലെ തന്നെ ബോഡിനോട് ചേർന്ന് നിൽക്കുന്നൊരു ബമ്പറാണ്. ആവശ്യത്തിലേറെ ക്രോംസ് റോൾസ് റോയ്സിലുണ്ടാകുന്ന അതും വന്നിട്ടുണ്ട്. ഹുഡ് ലൈനും ഡിഫറെൻ്റാണ്. സെൻട്രൽ ഒരു ഡബിൾ ലൈനും വന്നു. ഇത്തരത്തിലൊരു ലൈനോട് കൂടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഗോസ്റ്റ് എന്ന് പറയുന്ന ഈ പുതിയ ഗോസ്റ്റ് കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഗോസ്റ്റാണ്. നമ്മൾ കാണുമ്പോൾ പഴയ ഗോസ്റ്റായി സിമിലറായി തോന്നുമെങ്കിലും അടുത്ത് നിർത്തിയിടുമ്പോൾ തന്നെ ആ മാറ്റം കാണാൻ പറ്റും, അല്ലെങ്കിൽ നേരിട്ട് കാണണം. ഫോട്ടോ ആക്ച്വലി ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ലുക്ക് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദ പ്രീവിയസ് ഗോസ്റ്റ്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ് മുമ്പത്തെ ഗോസ്റ്റുമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രൊപ്പോർഷനും സിലൗട്ടെല്ലാം തന്നെ പഴയ പോലെ തന്നെ വന്നിരിക്കുന്നത്. ആ ഷേപ്പും അങ്ങനെ തന്നെ ഒരു ലെയ്ഡ് ബാക്ക് ഷേപ്പ് അതൊക്കെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് പുതിയതാണ്. എല്ലാ തരത്തിലും ആംഗിൾ ആവട്ടെ, അതിൻ്റെ മെഷർമെൻറ്റ്സ് ആവട്ടെ, ഈവൻ ഡോർ പാനൽസ് ലൈൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. പുതിയ റോൾസ് റോയ്സിൽ ഒരു ലൈനും ഇല്ലാത്തൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഗോസ്റ്റിൽ. ഈ ഒരു ഷോൾഡർ ലൈൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലീൻ പ്രൊഫൈലായി നിൽക്കുന്നത്, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന സൈഡ് വ്യൂ മിറർ ഉണ്ട്. പിന്നെ വലിയൊരു എലമെൻ്റായി നിൽക്കുന്ന റോൾസ് റോയ്സിൻ്റെ ഈ രണ്ട് തരത്തിൽ ഓപ്പൺ ചെയ്യുന്ന സൂയിസൈഡ് ഡോറാണ്. റിയറിൽ സൂയിസൈഡ് ഡോറും ഫ്രണ്ടിലുള്ള നോർമൽ ഡോറും. ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഉള്ളിൽ നിന്ന് ബട്ടൺ പ്രകാരം. പിന്നെ ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറെൻ്റ് ഒരു കാര്യം കൂടെ റോൾസ് റോയ്സ് ആക്ച്വലി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റോൾസ് റോയ്സിൻ്റെ കുട അത് റിയർ ഡോറിൽ വരുന്ന രീതിയിൽ ഇപ്പോഴും ഉണ്ട്. അതും പഴയ ഗോസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോ ഇത്രയും എലമെൻറ്റ്സ് ആണ് ആക്ച്വലി റോൾസ് റോയ്സ് നിലനിർത്തിയിട്ടുള്ളത്. ബട്ട് അഗെയിൻ ദ സിലൗട്ട് പ്രൊപ്പോർഷൻ ആൻഡ് ദ ലെയ്ഡ് ബാക്ക് ഫോം അതാണ് ഗോസ്റ്റിൻ്റെ ഒരു എലമെൻ്റായി നിൽക്കുന്നത്. അതങ്ങനെ തന്നെ നീട്ടിയിട്ടുണ്ട്. പുതിയ ഗോസ്റ്റിന് റിയറിലേക്ക് വരുമ്പോഴും നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന് ശരിക്കും നോക്കേണ്ടി വരുന്നുള്ളൂ. റിയർ ടെയിലൈറ്റ് ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് റിയർ ടെയിലൈറ്റ് പഴയ പോലെയാണ്. ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ചുറ്റും ക്രോം എലമെൻറ്റ് വന്നിട്ടുണ്ട്. വേറെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബൂട്ട് പോർഷനോ വേറെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. താഴെ ബമ്പറിലാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഷേപ്പിലും ഡിസൈനിലും എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. നേരത്തെ അത് ഓപ്ഷണലായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും ഫേസ് ലിഫ്റ്റ് വന്നിരുന്നു. പിന്നെ ആക്ച്വലി ഈ ഒരു ഷേപ്പാണ് ഒരു മാറ്റർ ചെയ്യുന്നത്. ശരിക്കും വലിയൊരു ഗ്ലാസോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ലെയ്ഡ് ബാക്ക് ആയിട്ടുള്ള ഷേപ്പാണ്. അത് റോൾസ് റോയ്സിൻ്റെ ഒരു എലമെൻ്റാണ്. അത് ബൂട്ട് ലൈനിൽ സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു ടെയിൽ ലൈറ്റ് ഡിസൈൻ എന്നുള്ളത് അത് നമുക്ക് ഗോസ്റ്റിലാണെങ്കിലും ഫാൻറ്റത്തിലാണെങ്കിലും കളിനിലാണ് എല്ലാത്തിലും കാണാൻ സാധിക്കും. ആക്ച്വലി ഇങ്ങനെ പറയുകയാണെങ്കിലും റോൾസ് റോയ്സ് എന്ന് പറയുമ്പം കിട്ടുന്നൊരു ഫീലുണ്ട്. അത് ആക്ച്വലി ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീലല്ല, അതൊരു സട്ടിൽ ഫീലാണ്. ആ ഫീൽ തന്നെയാണ് ഗോസ്റ്റിനുള്ളത്. ഇറ്റ്സ് നോട്ട് എ വെരി അട്രാക്റ്റീവ് കാർ, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ പ്രത്യേകത. പുതിയ ഗോസ്റ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചറിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് പുതിയ ലേസർ ലൈറ്റ്. BMW ലേസർ ലൈറ്റ് ടെക്നോളജി തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. 600 മീറ്റർ ഏറെയാണ് ഇതിൻ്റെ ഹൈ മോഡൽ റേഞ്ചിൽ ലഭിക്കുന്നത്. ഇതിന് പുറമെ 20 LED കൂടിയിട്ടുള്ള ഇല്ലുമിനേറ്റഡ് ഗ്രില്ലും പുതിയ ഗോസ്റ്റിൽ വരുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ അട്രാക്റ്റീവായി നിൽക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. പുതിയ ഗോസ്റ്റിൽ വന്നിരിക്കുന്ന റോൾസ് റോയ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള 6.75 ലിറ്റർ V12 പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 671 PS കരുത്താണ്, അഥവാ 653 bhp ആണ്. ഇതിന് ടോർക്ക് വരുന്ന 850 Nm. ഈ എഞ്ചിനോട് മേറ്റ് ചെയ്തിട്ടുള്ളത് പ്രശസ്തമായിട്ടുള്ള ZFൻ്റെ 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇതിന് പുറമെ ഓൾ വീൽ ഡ്രൈവ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഗോസ്റ്റിൽ വരുന്നുണ്ട്. എന്നാൽ ഓപ്ഷണലായിട്ടാണ് ഓൾ വീൽ സ്റ്റിയറിംഗ് വരുന്നത്. കുറഞ്ഞ സ്പീഡിൽ പിൻഭാഗത്തുള്ള വീലുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും, കൂടിയ വേഗത അതായത് 60 കിലോമീറ്ററിലേറെ വേഗത്തിൽ പോകുമ്പോൾ ഇത് സെയിം ഡയറക്ഷനിലും തിരിയുന്നതാണ്. ഇത് കൂടുതൽ സ്റ്റെബിലിറ്റിക്കും അതുപോലെ തന്നെ കുറഞ്ഞ ടേണിംഗ് റേഡിയസിനും ഉപകാരപ്പെടുന്ന രീതിയിലാണുള്ളത്. ഞാൻ ഇന്ന്
ആക്ച്വലി റിവ്യൂ തുടങ്ങുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. സാധാരണ നമ്മൾ കാർ ഓടിച്ചിട്ടും പുറത്തുനിന്നെല്ലാം റിവ്യൂ ഇറങ്ങാറ്. പക്ഷേ ഇന്ന് ഞാൻ തുടങ്ങുന്നത് റിയർ സീറ്റിലിരുന്നുണ്ട്. കാരണം റോൾസ് റോയ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മുതലാളി എന്ന് പറയുന്ന ഇരിക്കുന്ന സീറ്റാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീറ്റ്. അപ്പോൾ ഇതിലേക്ക് കയറുന്ന തന്നെ സൂയിസൈഡ് ഡോർ തുറന്നിട്ടുണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കയറിലാണ്. കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ സോഫ ലൈക്ക് സീറ്റാണ് പൊതുവേ റോൾസ് റോയ്സ് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഗോസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ പ്ലഷ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ഇതിപ്പോൾ സെൻറ്റർ ജസ്റ്റ് താത്തി വെച്ചോ കിട്ടുന്നത് രണ്ട് കൈയിലും സപ്പോർട്ടാണ്. എന്നാൽ ഇവിടെയും ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സൈഡിലൊരു ഹഗ് വരുന്നുണ്ട്, ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. ഈ ഒരു ഫീല് കിട്ടുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീല് ശരിക്കും ഒരു അൾട്ടിമേറ്റ് ഫീലാണ്. അതിൻ്റെ പുറമെ നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്നൊരു ടേബിളുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൽ ഫ്രണ്ടിൽ ആയിട്ട് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ നേരത്തെക്കാളും ഡിഫറെൻ്റ് ആണ്. കാരണം റോൾസ് റോയ്സ് കുറേ കൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് പുതിയ ഈ ഒരു സ്ക്രീൻ. സെൻറ്റർ ആംറസ്റ്റിലുള്ള ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിഡ് തുറക്കും. അതിനുള്ളിലുള്ള കൺട്രോൾ നമുക്ക് ഈ എയർ കൺട്രോൾ. അതുപോലെ തന്നെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. സീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ചെറിയൊരു ലാൻഡിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു റിക്ലഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇത് അങ്ങനത്തെ സീറ്റാണ്, ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻ സീറ്റല്ല. പക്ഷേ ഇവിടെ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോഴുള്ള കംഫർട്ട് അതാണ് റിയലി മാറ്റർ. ദാറ്റ് ഈസ് അമേസിങ്. പിന്നുള്ള കാര്യം റോൾസ് റോയ്സ് ആണ്. റോൾസ് റോയ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ബെസ്പോക്ക് ചെയ്യുക, അത് കസ്റ്റമൈസ് ചെയ്യാൻ. നമുക്ക് വേണ്ട തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും അതിലുള്ള ബാക്കി ഫീച്ചേഴ്സ് ഒന്നും. ഏറ്റവും അധികം ബെസ്പോക്ക് ചെയ്യാവുന്ന ഇൻറ്റീരിയറുകളിലൊന്നാണ് റോൾസ് റോയ്സ് ഗോസ്റ്റിനുള്ളത്. ബെസ്പോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസൃതം അത് അണിയിച്ചൊരുക്കുക എന്നതാണ്. 2000-ലേറെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ലെതറും 600-ലേറെ വുഡ് ട്രിമുകളും പുതിയ ഗോസ്റ്റിന് അവൈലബിൾ ആണ്. ഇതിനു പുറമെ നമുക്ക് ആവശ്യാനുസൃതമുള്ള കളറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഗോസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു പശുവിൽ നിന്നുള്ള ലെതറായിരിക്കും എന്നുള്ള ഉറപ്പാണ് കമ്പനി നൽകുന്നത്. അതേപോലെ തന്നെ വുഡ് ട്രിം ആണെങ്കിൽ ഒരു മരത്തിൽ നിന്നുള്ള വുഡ് ട്രിമ്മും ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. പുതിയ ഗോസ്റ്റിലെ ഏറ്റവും അട്രാക്റ്റീവായി നിൽക്കുന്ന ഒരു ഘടകം ഇല്ലുമിനേറ്റഡ് ഫേസിയ എന്ന് പറയുന്ന ഡാഷ്ബോർഡാണ്. 158 LED ഉപയോഗിച്ച് 850 സ്റ്റാറോട് കൂടിയിട്ടുള്ള ഗോസ്റ്റിൻ്റെ ലോഗോയാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ വരുന്നത്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ ട്രീറ്റ്മെൻറ്റാണ് ഗോസ്റ്റിന് നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ റോൾസ് റോയ്സിനായിട്ട് മെഞ്ഞെടുത്തിട്ടുള്ള ബെസ്പോക്ക് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ് പുതിയ ഗോസ്റ്റിലുള്ളത്. 1300 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. 18 ചാനലോട് കൂടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണിത്. കാറിന് ചുറ്റുമായി 3D എഫക്റ്റോട് കൂടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം നമ്മൾ ആവശ്യാനുസരണം ട്യൂൺ ചെയ്യാവുന്നതുമാണ്. രാത്രി കാലങ്ങളിൽ നമ്മൾ കാണുന്ന ആകാശം പോലെ ഇല്ലുമിനേറ്റ് ചെയ്യുന്ന സ്കൈ ടോപ്പും ഗോസ്റ്റിൽ വരുന്നുണ്ട്. ഇതിൽ വരുന്ന LED കൂടിയിട്ടുള്ള ഇല്ലുമിനേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. എഫേർട്ട്ലെസ് ഡോർ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാവുന്ന ഡോറും പുതിയ ഗോസ്റ്റിന് വരുന്നുണ്ട്. അത് മുൻവശത്തും പിൻവശത്തുള്ള ഡോറുകൾക്കും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. 3 തരത്തിൽ ഇത് കൺട്രോൾ ചെയ്യാം. ഒന്ന് പുറമേയുള്ള ഹാൻഡിൽ മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഇതിൻ്റെ പുറമെ ഉള്ളിലുള്ള ബട്ടൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാനും സാധിക്കും. മൂന്നാമതായിട്ട് ഒന്ന് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് തനിയെ ക്ലോസ് ചെയ്യുന്ന രീതിയിലും പ്രവർത്തിക്കും. പുതിയ റോൾസ് റോയ്സ് ഗോസ്റ്റിലെ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഈ ഡോർ അടയ്ക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ റോൾസ് റോയ്സ് തിങ്. അതുകൊണ്ട് നമുക്കറിയാം റോൾസ് റോയ്സിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി വേണം, ഈവൻ ഇഫ് യു ആർ എ ഡ്രൈവർ. അതാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന വളരെ വൈറ്റ് കളറായിട്ടുള്ള വൈറ്റ് ട്രിമ്മോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലിങ്ങിൽ വന്നിരിക്കുന്ന ഒരു പർപ്പിൾ കളറാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ദാറ്റ് ആർ ദ മെയിൻ ചേഞ്ചസ് ഓഫ് ദ ന്യൂ റോൾസ് റോയ്സ് ഗോസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് റിയർ സീറ്റിലുള്ള റൈഡും നോക്കാം. ഗോസ്റ്റ് എന്ന മോഡൽ ഓടിക്കാനുള്ള റോൾസ് റോയ്സ് ആണെങ്കിൽ കൂടി ഏറ്റവും അധികം ഓണേഴ്സ് ഇരിക്കുന്നത് റിയറിലാണ്. റിയറിൽ പ്രത്യേകിച്ച് ഡ്രൈവറുടെ ഓപ്പോസിറ്റ് സീറ്റ്. ഈ ഒരു കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കാറുണ്ട് റൈറ്റ് സീറ്റിൽ. ഈ സീറ്റിലിരിക്കുമ്പോഴൊരു ഫീല് നേരത്തെ ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ റൈഡ് കിട്ടുമ്പോഴൊരു ഫീൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജുമേറുള്ള ബുൾഗാറി എന്നുള്ള ഹോട്ടൽ റിസോർട്ടിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന റോഡ് എന്ന് പറയുന്ന ഒരു പേവിങ് ഉള്ള റോഡാണ്, അല്ല ടാർമാക്ക് അല്ല. ഈ റോഡിൽ തന്നെ നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ചെറിയ 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 കട്ടിങ്ങോട് കൂടിയുള്ള പേവിങ് ആണെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് റൈഡ് ഫീലാണ് ലഭിക്കുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ റോൾസ് റോയ്സിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ഇത് ഏറ്റവും നല്ല റൈഡിങ് മെഷീൻ ആണ് എന്നുള്ളതാണ്. ഏറ്റവും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു സസ്പെൻഷനും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ് ലഭിക്കുന്നത്. അത് ശരിക്കും ഇവിടെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. പഴയ ഗോസ്റ്റിൽ നിന്ന് പുതിയ ഗോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻ്റാണ് അതിൻ്റെ NVH ലെവൽ. കാറിൻ്റെ ഉള്ളിലുള്ള വോയിസും
നോയ്സും വൈബ്രേഷനും ഹാഷ്നെസ് എല്ലാം വളരെ കുറച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ളത് തന്നെ ഓൾറെഡി സൈലൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് കുറേ കൂടെ സൈലൻ്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. റൈഡിന് കൂടെ തന്നെ ഗുണം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു സൈലൻസ്. കാരണം നമുക്കറിയാം റോൾസ് റോയ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും പണ്ട് മുതൽ തന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഉള്ളൊരു ഇൻറ്റീരിയർ ആണ് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ റൈവൽസ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ബെൻറ്റ്ലി ആണെങ്കിലും മെർസിഡീസിൻ്റെ എസ് ക്ലാസ് മേബാക്ക് ആണെങ്കിലും ഇതെല്ലാം തന്നെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള കാറാണ്. അപ്പോൾ ആ ഒരു ക്വയറ്റ്നെസ്സിൽ എനിക്ക് തോന്നുന്നു വളരെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. കാരണം ഏറ്റവും അധികം ക്വയറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണെങ്കിലും അതിലുള്ള ചെറിയ ഡിഫറൻസ് ഡെസിബലിലും കൗണ്ടെല്ലാം തന്നെ നമുക്ക് ആ ഒരു റോൾസ് റോയ്സിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കണം. പക്ഷേ ഞാൻ ആസ് എ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇരുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോട്ടി കംഫർട്ട് ഫീലാണ്. പിന്നെ വളരെ ഒരു എഫേർട്ട്ലെസ് ആയിട്ട് സംസാരം തന്നെ വളരെ ഒരു വോയിസ് കുറച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഇതിനുള്ളിലുള്ള ഒരു ക്വയറ്റ്നെസ്സിനോണ്ടാണ്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ചെറിയ റോഡിൽ നിന്ന് മാറിയതാണ് ടാർമാക്കിൽ കയറിയപ്പോഴാണ് ശരിക്കും ഡിഫറൻസ് വരുന്നത്. സോ നോർമലി നമ്മൾ ടയറിൽ നിന്ന് കിട്ടുന്നൊരു ഈ ഒരു നോയ്സ്, പ്രത്യേകിച്ച് നമ്മൾ റോഡ് മാർക്ക് ചെയ്ത സ്ഥലത്തുള്ള വണ്ടി കയറുമ്പോഴുള്ള നോയ്സ്, അത് ഏത് കാറിലും ഉണ്ടാവും. അതിനിപ്പോൾ ഫാൻറ്റം ആണെങ്കിൽ ശരി, ഏത് കാറിലാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ടാർമാക്കിൽ പോകുമ്പോൾ ഈ ഒരു സൈലൻസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സൈലൻസ് കൂടുതൽ സൈലൻ്റ് ആകുമ്പം നമുക്ക് മോഷനിലുണ്ടാവുന്ന ഒരു ഫീല് സൈക്കോളജിക്കലി നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ചെറിയൊരു വോയിസ് ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു മൊണോട്ടണസും എല്ലാം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ബേസിക്കലി ഈ സീറ്റിൽ കിട്ടുന്ന കംഫർട്ട് ഇരിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പം സോ ഈ ഒരു റോഡിൽ കയറിയപ്പോൾ ആ ഡിഫറൻസ് വന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇരിക്കുന്നൊരു ഫീല് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ ബാക്കിൽ ഇരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത പോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഇരുത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു അപ്രൈറ്റ് ഫീലാണ്. ഫ്രണ്ടിലൊക്കെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നമ്മൾ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് ഇസ് ആക്ച്വലി ഗുഡ്. അത് റോൾസ് റോയ്സിൻ്റെ ഒരു എലമെൻ്റ് ആണെന്ന് പറയാം. കാരണം മറ്റുള്ള അധികം ലക്ഷറി കാറിൽ കുറച്ചുകൂടി നമ്മൾ സ്ലാൻഡ് ബാക്ക് ചെയ്ത് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് താന്നിട്ടായിരിക്കുന്നെങ്കിൽ ഇത് കുറച്ച് അപ്രൈറ്റായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ സീറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിലൊരു ക്യാപ്റ്റൻ സീറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സീറ്റിനേക്കാളും ഞാൻ റോൾസ് റോയ്സിൽ എപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ളൊരു സോഫ സീറ്റാണ്. ഇപ്പം ഈ ഒരു ഹാൻഡ് റെസ്റ്റ് താത്തി വെച്ചു, ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ലഭിക്കുമ്പം ശരിക്കും നമുക്കൊരു കൗച്ചിലിരിക്കുന്ന ഫീൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് ഡ്രൈവർ തിങ്സ് ആർ ഗ്രേറ്റ്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ റോൾസ് റോയ്സിലും അതുപോലെ തന്നെ മെർസിഡീസിലുള്ള ഈ ഗിയർ സെലക്ഷൻ ലിവർ. ഏറ്റവും കൺവീനിയൻറ്റ്. നമ്മൾ കാറിന് സ്റ്റെയറിങ്ങിന് എങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് എളുപ്പം ചെയ്യാവുന്നതാണ്. ഗോസ്റ്റിലാണെങ്കിലോ ഒരു ഫാൻറ്റത്തിലാണെങ്കിലോ എല്ലാം. റോൾസ് റോയ്സിലാണെങ്കിൽ ഒന്ന് അല്പം മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് താഴേക്കാക്കിയ ഡ്രൈവ്, മേലേക്കാക്കിയ റിവേഴ്സ്. മെർസിഡീസിൽ നമുക്ക് താഴേക്കും മേലേക്കും ചെയ്താൽ ഈ ഒരു സിസ്റ്റം എത്രയോ സ്പേസ് ഇവിടെ ലാഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ കൺവീനിയൻ്റ് ആണ്. അതേഴ്സ് ക്യാൻ ഓൾസോ ഫോളോ. സോ ആക്ച്വലി ഒരു പ്രോപ്പർ ടെസ്റ്റിലുള്ള നമ്മൾ റോഡിലല്ല ഒരു ബീച്ച് സൈഡിൽ ഫോട്ടോഷൂട്ടിന് വന്നിട്ട് പോകുന്നത് വളരെ ഒരു മോശമായൊരു പാച്ചിലാണ്. എന്നിട്ടും നല്ലൊരു റൈഡാണ് ആക്ച്വലി ഗോസ്റ്റിൽ ഫസ്റ്റ് തന്നെ ലഭിക്കുന്നത്. ഇനി ബാഡ് പാച്ചൊന്നും റിയൽ ടാർമാക്കിൽ കയറി ഇനിയുള്ള റൈഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തിങ് ഇങ്ങനെയുള്ള ടേൺ എടുക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ദർ ഇസ് ഇനഫ് ബോഡി റോൾ. സോഫ്റ്റ് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബോഡി റോൾ വരുന്നുണ്ട്. അഗെയിൻ അതൊരു റോൾസ് റോയ്സ് എലമെൻ്റ് ആണ്. കംഫർട്ടിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇത്തരമുള്ള ടേണിലെടുക്കുമ്പോൾ ശരിക്കും ബോഡി ലീൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ഡ്രൈവേഴ്സ് കാറായിട്ടുള്ള റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാലും ഗോസ്റ്റിന് പോലും അല്ലെങ്കിൽ റെയ്ത്തോ അല്ലെങ്കിൽ ഡോണോ എല്ലാം തന്നെ കുറച്ചൊരു ബോഡി റോൾ ഫീൽ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ മെയിൻ എലമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കംഫർട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. സോ ആക്ച്വലി ആ രീതിയിൽ കണ്ടാൽ മതി. എപ്പോഴും ആ ബോഡി റോള് റോൾസ് റോയ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ റോൾസ് റോയ്സ് എന്ന് പറയുമ്പം മെയിൻലി നമ്മളെ മനസ്സിൽ വരാറുള്ളൊരു കാര്യം ഫീൽ സ്പെഷ്യലാണ്. ആ സ്പെഷ്യൽ ഫീൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അതിൽ നമ്മൾ ഇൻറ്റീരിയറും ബാക്കിൽ റൈഡെല്ലാം കണ്ടു. ഇനി ഡ്രൈവിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. നമ്മളൊരു വലിയൊരു റോൾസ് റോയ്സ് കാറിലാണ് പോകുന്നുള്ളത്. ആ ഒരു ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള ഇരുത്തമാണ്. ആ സ്പിരിറ്റ് ഓഫ് എക്സൈസ് ലോഗോ നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ എല്ലാം തന്നെ റോൾസ് റോയ്സ് എലമെൻറ്റ് ഇവിടെ കാണാം. കാരണം ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന് പറഞ്ഞാൽ കൂടി ഒരു പക്ക ഡ്രൈവേഴ്സ് കാർ പോലെ സ്റ്റിയറിംഗ് അല്ല, നേരിയൊരു സ്റ്റിയറിംഗ് ആണ്. ആ ഒരു എലമെൻറ്റ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ്, പിന്നെ ഇത്രയും ഒരു ഫീൽ ഗുഡ് ഫാക്ടർ കിട്ടുന്ന ഒരു ഇൻറ്റീരിയർ, പിന്നെ എവറിത്തിങ് അപ്രൈറ്റ് ആണ്. നമ്മളൊരു ലെയ്ഡ് ബാക്ക് ഫീലാണ്. അത് കുറച്ചൊന്ന് ചാരി ഇരുന്ന് റിലാക്സ് ചെയ്ത് പോകുന്ന ഫീൽ. അതിന് വേണം കൈ ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇതെല്ലാം ആ റോൾസ് റോയ്സ് എലമെൻ്റ് ആണ്.
കാരണം നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട് ഹാർഡ് കോറായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത രീതിയിലല്ല റോൾസ് റോയ്സ് ഓടിക്കേണ്ടത്. അത് ഈവൻ കള്ളിനാണ് ശരി, ഇവരുടെ സ്പോർട്സ് കാർ എന്ന് പറയുന്ന റേത്താണ് ശരി, അത് ലൈറ്റ് ബാക്ക് ചെയ്തൊരു ഓടിക്കേണ്ട ഒരു കാറാണ്. അപ്പോൾ ആ ഒരു ഫീൽ എന്തായാലും ലഭിക്കുന്നുണ്ട്. ഇനി ആ ഫീൽ ലഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ് ഇതിലുള്ളത്. V12 ആണ്. V12 എപ്പോഴും റോൾസ് റോയ്സിൻ്റെ ഒരു എലമെൻ്റാണ്. പക്ഷേ നേരത്തുള്ള ഗോസ്റ്റിനേക്കാളും കുറച്ചുകൂടി വലിയ എഞ്ചിനായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് 6.6 ലിറ്റർ ആണെങ്കിൽ ഇപ്പോൾ 6.75 ലിറ്ററാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് 563 HP-യും അതുപോലെ തന്നെ 850 Nm ടോർക്കുമാണ്. 8 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 4 വീൽ ഡ്രൈവ് ഉണ്ട്, ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, 4 വീലിലേക്കും പവർ പോകുന്നുണ്ട്. സോ ഇതെല്ലാം തന്നെ റോൾസ് റോയ്സ് എലമെൻ്റാണ്. അതിൽ നമുക്ക് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രൈവേഴ്സ് കാറാണെന്ന് തോന്നിക്കാത്ത കുറച്ച് എലമെൻ്റ് ഉണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് കാറായി തോന്നിക്കുന്നൊരു എലമെൻറ്റ് എഞ്ചിനും പവർ ട്രെയിനാണ്. 0 to 100 4.2 സെക്കൻഡ്സിൽ ലഭിക്കും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഒരു ഫീലാണ് നമുക്ക് നോർമലി ഒരു റോൾസ് റോയ്സിൻ്റെ ഒരു ഡ്രൈവേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള കാര്യത്തിൽ കിട്ടാറുള്ളത്. അത് ഈ ഒരു പുതിയ ഗോസ്റ്റിൽ എന്തായാലും ലഭിക്കുന്നത് അത്തരത്തിലുള്ളൊരു എഞ്ചിനാണത്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു AC-ൻ്റെ സൗണ്ടും പിന്നെ ത്രോട്ടിൽ ചെയ്യുമ്പോൾ എഞ്ചിൻ്റെ സൗണ്ടേ വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ റോഡല്ല, പക്ക ഒരു ടാർമാക് റോഡാണ്, വളരെ സ്മൂത്ത് റോഡാണ്. അപ്പം നമുക്ക് ആ പോകുമ്പോഴുള്ളൊരു ഫീൽ, റോൾസ് റോയ്സ് ഫീൽ എന്തായാലും ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആക്ച്വലി എനിക്ക് ഒരു ഫുൾ ഡേ ആണ് ഈ റോൾസ് റോയ്സ് കിട്ടിയിട്ടുള്ളത്. ഫുൾ ഡേ എന്ന് പറയുമ്പോൾ 24 hour. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകിട്ട് കിട്ടി, രാത്രിയെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പോൾ അത് പകൽ രാവിലെ മുതൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഡ്രൈവ് ചെയ്യുന്നുണ്ട്, വൈകിട്ട് വരെ വണ്ടിയുണ്ട്. അപ്പം ഇന്നലെ വൈകിട്ട് കിട്ടി, രാത്രി നമ്മൾ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നൈറ്റ് ഡ്രൈവുകളും. അപ്പോൾ ഈ ഒരു സ്കൈ ഒരു റൂഫുണ്ട്, അത് ആക്ച്വലി സ്റ്റാർസിലുള്ള പോലെ ഒരു ഫീല് കിട്ടുന്ന റൂഫാണ് ഞാൻ ഇൻറ്റീരിയറിൽ പറഞ്ഞത്. പക്ഷെ അതെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ അത്ര ഒരു പ്രിസൈസ് ആയിട്ട് തോന്നുന്നില്ല. നേരത്തെ കുറച്ചുകൂടി ഒരു, അല്ലെങ്കിൽ നേരത്തെ ഞാൻ കണ്ട റോൾസ് റോയ്സ് ലൈക്ക് കള്ളിനാവട്ടെ ഫാൻറ്റം ആവട്ടെ, ഇതിലുള്ളതിനേക്കാളും കുറച്ചൊരു ഭംഗിയൊരു ഫീലുള്ളത്. പിന്നെയുള്ള കാര്യം ഇതിൻ്റെ ബിസ്പോക്കിംഗ് ആണ്. നമുക്ക് ബിസ്പോക്കിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാം, ഇഷ്ടമുള്ള തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ കളർ ഓപ്ഷൻസും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഓപ്ഷൻസും ലഭിക്കും. ഇപ്പോൾ ഇതിലുള്ളതിനൊരു വൈറ്റ് വുഡാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വളരെ റെയർലി കാണുന്നതാണ്. പക്ഷേ നേരത്തെ ഉണ്ടായ ഗോസ്റ്റും വളരെയധികം മാറിയൊരു ഫീൽ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നില്ല. കുറേ എലമെൻറ്റ്സ് വന്നിട്ട്, പക്ഷേ ഒരു ഗോസ്റ്റിൻ്റെ ആ ഒരു ഫീൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന പോലെയുള്ളത്. സാധാരണ ഒരു പുതിയ വണ്ടി വരുമ്പോൾ നമുക്ക് കുറേ ചേഞ്ചസ് കാണാൻ പറ്റും. സോ ആ ഒരു എലമെൻറ്റ് റോൾസ് റോയ്സ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തതാണ്. കാരണം ഇപ്പോൾ ഉള്ള ഗോസ്റ്റ് കസ്റ്റമേഴ്സിന് ഒരിക്കലും റോൾസ് റോയ്സ് മാറി തോരുത്തും. എന്നാൽ ഗോസ്റ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഫാമിലി ഫീൽ, ഇപ്പോഴും നമ്മൾ ആ ഒരു ഗോസ്റ്റിലാണ് പോകുന്ന ഫീൽ എന്നുള്ളതാണ് റോൾസ് റോയ്സിൻ്റെ ന്യായീകരണം. അത് എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. മാറ്റങ്ങൾ വേണമെങ്കിലും മാറണം, അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഒരു കാറാണെങ്കിൽ നമ്മൾ ഒറ്റ സിംഗിൾ കളർ കാറാണ്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ പുറമെ ഡബിൾ കളർ ഓപ്ഷനുണ്ട്. അപ്പോൾ ആ ഡബിൾ കളർ ഒരു വരാത്തൊരു മിസ്സിങ് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ റോൾസ് റോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ ഒരു ഡിസൈനോട് അവർ ഉദ്ദേശിക്കുന്ന മിനിമലിസ്റ്റിക് അപ്രോച്ചാണ്. മിനിമലിസ്റ്റിക്കിലൂടെ എങ്ങനെ ഭംഗി കൂട്ടാമെന്നുള്ളതാണ് റോൾസ് റോയ്സ് ഈ പുതിയ ഗോസ്റ്റിലൂടെ കാണുന്നത്. അപ്പോൾ ആ ഒരു എലമെൻ്റായിട്ടാണ് പല കാര്യങ്ങളും നമുക്ക് കാണാം. മിനിമം ലൈൻസ് കുറവാണ്. പിന്നെ ഇതിന് മേലെ സാധാരണ വരുന്ന ആ കോച്ച് ലൈൻ എന്ന് പറയുന്ന പിൻ സ്ട്രൈപ്പ് ലൈൻ അത് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റോൾസ് റോയ്സിൽ നിന്ന് ഒരു സാധാരണ എലമെൻ്റ് മാറിയിട്ടുണ്ട്. ബട്ട് അഗെയിൻ റോൾസ് റോയ്സ് ആണ്. റോൾസ് റോയ്സിൻ്റെ ആ ഒരു ഫീല് കിട്ടുക എന്നുള്ളതാണ് ഫാക്ടർ. ആ ഫീൽ എന്തായാലും ഇതിൽ ലഭിക്കുന്നുണ്ട്. സോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല റോൾസ് റോയ്സ് ഉപയോഗിക്കാം എന്നുള്ളത്. വളരെ ലക്കിയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ഫുൾ ഡേ ഈ റോൾസ് റോയ്സ് എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഡ്രൈവ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നുള്ള പുറമെ തന്നെ ഒരു റോൾസ് റോയ്സ് ലൈക്ക് ഫീല്, ലൈഫ് റോൾസ് റോയ്സ് ലൈക്ക് ഫീലിൻ്റെ ലൈഫ് ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു റോൾസ് റോയ്സ്. പിന്നെ ഒരു വേർഡിക്ട് എന്ന് പറയുമ്പോൾ റോൾസ് റോയ്സിൻ്റെ ഒരു പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി എല്ലാം ക്യാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗോസ്റ്റിൻ്റെ ഒരു ഭയങ്കരമായൊരു ഡിപ്പാർച്ചർ, പഴയതൊന്നും മാറ്റങ്ങളൊന്നും ഉള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പുതിയ ഗോസ്റ്റിനെ കണ്ട. ഇന്ത്യയിലെ വില വരുന്ന ഏകദേശം 6.95 crore ആണ്. അതായത് 6.95 കോടി രൂപ മുതലാണ് എൻ്റെ പ്രൈസ് വരുന്നത്. ഇത്രയും പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിയ യു വിൽ ഗെറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ഇത്രയും കംഫർട്ടും ഒരു സ്പെഷ്യൽ ഫീലും കിട്ടണമെന്നുണ്ടെങ്കിലും ആ ഒരു ബ്രാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോൾസ് റോയ്സ് ഗോസ്റ്റിൽ തന്നെ പോകണം. പക്ഷേ ഇതേപോലത്തെ കംഫർട്ടും ഡ്രൈവിംഗ് ഡൈനാമിക്സും കിട്ടണമെന്നുണ്ടെങ്കിൽ റൈവൽസും ഇനിയും അവൈലബിൾ ആണ് എന്നുള്ളതും കൂടി ചിന്തിക്കാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കാർ തിരിച്ചു കൊടുക്കുന്നവരെ ഞാൻ ഒന്നും കൂടെ അതൊന്ന് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യട്ടെ. Entire day spent with Rolls Royce Ghost. നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നായിരുന്നു. അതുപോലെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഉടനെ സബ്സ്ക്രൈബ് ചെയ്യും. If you like the video, please do like it, share it, and do subscribe if you're not done yet. Stay tuned and enjoy your driving. I'm going to have final spin with the all new Rolls Royce Ghost.